ഒരു ചരിത്ര വിജയമാണ് ഈ പയ്യന്നൂരിലുണ്ടായിട്ടുള്ളത്. സ്ഥാനാർത്ഥിയാകാൻ ഞാൻ തീരുമാനിച്ചപ്പോ ഒരു വിജയപ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, വിജയിക്കാൻ ആയിരുന്നില്ല എന്റെ മത്സരം. ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു, ഒരു സമരത്തിന്റെ ഭാഗമായിരുന്നു എന്റെ മത്സരം. ഐക്യജനാധിപത്യ മുന്നണി നിരുപാധികമായ പിന്തുണ എനിക്ക് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്. ഞാൻ പര്യടന പരിപാടിയുടെ ഭാഗമായി പലയിടത്തും സൂചിപ്പിച്ചത്, എനിക്ക് CPM-നകത്ത് നിന്ന് ലഭിക്കുന്ന വോട്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ലഭിക്കുന്ന വോട്ടും കൂട്ടിച്ചേർത്താൽ ഈ പയ്യന്നൂരിൽ ഒരു ചരിത്ര വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് അന്ന് തന്നെ സൂചിപ്പിച്ചതാണ്. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ വിജയം കേവലം നമ്മുടെ മാത്രം ഒരു വിജയമല്ല. ഞാൻ CPM-നകത്ത് 50 വർഷക്കാലം പാർട്ടി മെമ്പറായി പ്രവർത്തിച്ച ഒരാളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം പാർട്ടിക്കകത്ത് നടത്തി. അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് കണ്ടപ്പോഴാണ് ബഹുജനങ്ങളുടെ മുമ്പിൽ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ സന്നദ്ധമായത്. അതിന്റെ ഫലമായിട്ടാണ് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. എത്രയാളുകളെ CPM-ൽ നിന്ന് പുറത്താക്കുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. എന്റെ അടുത്ത് T. പുരുഷോത്തമൻ നിൽക്കുന്നുണ്ട്. T. പുരുഷോത്തമനെ ഈ അടുത്ത ദിവസം CPM പുറത്താക്കിയ ഒരാളാണ്. പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്നത്. എന്താ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയത്? ഞാനൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പ്രകാശനം ഗാന്ധി പാർക്കിൽ വെച്ച് നടത്തി. ആ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു എന്നതാണ് T. പുരുഷോത്തമൻ ചെയ്ത കുറ്റം. മറ്റൊരു കുറ്റവും ചെയ്തിട്ടില്ല. അദ്ദേഹത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടു. വിശദീകരണ നോട്ടീസിന് മറുപടി നൽകി. നിങ്ങളുടെ മറുപടി തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ എനിക്ക് വേണ്ടി പ്രചരണ വാഹനം വാടകയ്ക്ക് നൽകിയ സഖാവ് കുഞ്ഞികൃഷ്ണൻ ഇവിടെയുണ്ട്. ഇവിടെ എന്റെ മുമ്പിലുണ്ട് കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹം ഒരു ടെമ്പോ ഡ്രൈവറാണ്. സ്വന്തമായി വാഹനം വാടകയ്ക്ക് കൊടുക്കുന്നയാളാണ്. അദ്ദേഹത്തിന്റെ വാഹനം ഞാൻ പ്രചരണത്തിന് വേണ്ടി വാടകയ്ക്കെടുത്തു എന്നതാണ്. അദ്ദേഹത്തെ പങ്കെടുപ്പിച്ച് ബ്രാഞ്ച് യോഗം ചേർന്ന് അദ്ദേഹം പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എത്ര ആളുകളെ പുറത്താക്കേണ്ടി വരും എന്നത് അവരാലോചിക്കേണ്ട വിഷയമാണ്. കാരണം ഈ വിജയത്തിൽ വലിയ വിഭാഗം വോട്ട് CPM-നകത്ത് മെമ്പർമാരുടെയും അനുഭാവികളുടെയുമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. UDF-ന്റെ വോട്ട് കൊണ്ട് മാത്രമല്ല നാം ജയിച്ചത് എന്ന് നമുക്കറിയാം. കാരണം UDF-ന് ഈ മണ്ഡലത്തിലുള്ള വോട്ടിനെ കുറിച്ച് UDF-ന്റെ നേതാക്കന്മാർക്ക് നല്ല ധാരണയുള്ളതാണ്, ജനങ്ങൾക്കും ധാരണയുള്ളതാണ്. അതിന്റെ കൂടെ ഈ പാർട്ടിക്കകത്ത് CPM-നകത്ത് ഞാൻ ഉന്നയിച്ച വിഷയങ്ങളോട് അനുകൂലമായി ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്ത ജനങ്ങളുടെ വോട്ട് കൂടി ചേർത്തുകൊണ്ടാണ് ഈ ഉജ്ജ്വലമായ വിജയം ഈ മണ്ഡലത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ ചരിത്ര വിജയം പയ്യന്നൂരിന്റെ സമഗ്രമായ മാറ്റത്തിന് വേദിയാക്കാൻ ഉപകരിക്കും വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ നമുക്കെല്ലാം സാധിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം. നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ കൂടെ ഒരു MLA എന്ന നിലയിൽ എല്ലാ സമയത്തും ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരാളായി ഞാൻ ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ വിജയത്തിൽ ആഹ്ലാദം പങ്കിടാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ല മനസ്സുകളെയും സ്നേഹപൂർവം അഭിവാദ്യം ചെയ്ത് അതോടൊപ്പം തന്നെ എന്റെ വിജയത്തിന് വേണ്ടി വോട്ട് ചെയ്ത
പയ്യന്നൂര് മണ്ഡലത്തിലെ ജനങ്ങളെ ആകെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അതോടൊപ്പം ജയിച്ചു കഴിഞ്ഞാൽ MLA എന്നത് മണ്ഡലത്തിലെ മുഴുവൻ ആളുകളുടെയും MLA ആണ്. ആ നിലയിലേക്ക് പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധമാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ആഹ്ലാദ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.